ഹലോ എവരി വൺ. കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ഈസ് ആൻ ഡാഷ് ഡിവൈസ്. ഓപ്ഷൻ എ ഇലക്ട്രോണിക്, ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ, ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the basic operations performed by a computer are. Option A arithmetic operation, option B logical operation, option C storage and relative operation. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. നമുക്കറിയാം കമ്പ്യൂട്ടർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഡിവൈസാണ്, ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്, അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് കൂടിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രോസസ്സിംഗ് വർക്കും പെർഫോം ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. നമുക്കറിയാം ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ നമുക്ക് മെയിനായിട്ട് 3 കമ്പോണൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഇങ്ങനെ 3 കമ്പോണൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU എന്ന് പറയും. എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ഈ ഒരു കമ്പോണൻറ്റിലാണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇതിലുള്ള ലൊക്കേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് രജിസ്റ്റേഴ്സ്. ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അരിത്തമെറ്റിക് സെക്ഷൻ, മറ്റേത് ലോജിക് സെക്ഷൻ. എല്ലാ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസും അല്ലെങ്കിൽ കോംപ്ലക്സ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സെക്ഷനാണ് എന്ത്? അരിത്തമെറ്റിക് സെക്ഷൻ. എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും. ഇനി ലോജിക് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് ഡാറ്റ അനാലിസിസ് പോലെയുള്ള കമ്പയറിങ്, സെലക്ടിങ്, മെർജിങ്, അതുപോലെയുള്ള ഡാറ്റ അനലൈസ് ചെയ്യുന്ന എല്ലാ ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്ന സെക്ഷനാണ് എന്ത്? ലോജിക് സെക്ഷൻ. CPU-ൻ്റെ നെക്സ്റ്റ് പാർട്ട് കൺട്രോൾ യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ ഡാറ്റ ട്രാൻസ്ഫർ കൺട്രോൾ ചെയ്യുന്നത് ഈ യൂണിറ്റാണ്. അതായത് ഡാറ്റ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്കോ മെമ്മറിയിൽ നിന്ന് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിലേക്ക് അതുപോലെയുള്ള ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കമാൻഡ് കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഈ കൺട്രോൾ യൂണിറ്റാണ്. അതായത് മെമ്മറിയിൽ നിന്ന് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക്, അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്ക്, മെമ്മറിയിൽ നിന്ന് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിലേക്ക്, അങ്ങനെയുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഇനി CPU-ൻ്റെ നെക്സ്റ്റ് കമ്പോണൻറ്റ് മെമ്മറി യൂണിറ്റ്. ഡാറ്റാസ് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടർ ഡിവൈസസ് ആണെന്ത്? മെമ്മറി യൂണിറ്റ്. ഇൻപുട്ട് ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണെന്ത്? മെമ്മറി യൂണിറ്റ്. അപ്പോൾ CPU-വിനെ 3 കമ്പോണൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. Next question, the 2 kinds of main memory are. Option A primary and secondary, option B random and sequential, option C ROM and RAM, option D all of the above. 2 മെയിൻ മെമ്മറീസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി റോം ആൻഡ് റാം. റീഡ് ഓൺലി മെമ്മറിയും റാൻഡം അസസ് മെമ്മറിയും. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറീസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റാം അല്ലെങ്കിൽ റാൻഡം അസസ് മെമ്മറി, റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. റാം ആൻഡ് റോം ഇങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാംസും ഡാറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണെന്ത്? റാം എന്ന് പറയുന്നത്. ഇതൊരു ടെമ്പററി മെമ്മറിയാണ്, അല്ലെങ്കിൽ ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഈ ഡാറ്റാസും എന്താവും? ഇറേസ് ആയിപ്പോവും. മെമ്മറിയിൽ നിന്നും ഡാറ്റാസും ഇറേസ് ആയിപ്പോവും. അങ്ങനെയുള്ള മെമ്മറീസ് ആണ് എന്ത്? റാം. നെക്സ്റ്റ്
റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത മെമ്മറിയാണ് റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും ആ മെമ്മറി അതുപോലെ തന്നെ ഉണ്ടാവും, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. റോമിനെ നമുക്ക് മെയിനായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോം അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, EEPROM ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രിക്കലി ഇറേസബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ EEPROM. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് റാൻഡം അക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, CD-ROM ഈസ് എ ഓപ്ഷൻ എ സെമി കണ്ടക്ടർ മെമ്മറി, ഓപ്ഷൻ ബി മെമ്മറി രജിസ്റ്റർ, ഓപ്ഷൻ സി മാഗ്നറ്റിക് മെമ്മറി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. CD-ROM താഴെ തന്നതിൽ ഏത് ടൈപ്പ് മെമ്മറി എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, CD-ROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. അത് ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക്കാണ്. ഡാറ്റാസ്, കമ്പ്യൂട്ടർ ഡാറ്റാസ് ടെക്സ്റ്റ് ഫോമിലും ഗ്രാഫിക്സ് ഫോമിലുള്ള കമ്പ്യൂട്ടർ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക്കാണ് എന്ത്, CD-ROM. അപ്പോൾ CD-ROM ഈ തന്നതിൽ ഒന്നുമല്ല. CD-ROM എന്താണ്, ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക്കാണ്. ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോറേജ് ഡിവൈസസ് ക്യാൻ സ്റ്റോർ മാക്സിമം എമൗണ്ട് ഓഫ് ഡാറ്റ? ഓപ്ഷൻ എ ഫ്ലോപ്പി ഡിസ്ക്, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ സി കോമ്പാക്ട് ഡിസ്ക്, ഓപ്ഷൻ ഡി മാഗ്നെറ്റോ ഒപ്റ്റിക് ഡിസ്ക്. ഇത് നമുക്കറിയാം, ഹാർഡ് ഡിസ്ക് ആണ് ആൻസർ. ഹാർഡ് ഡിസ്കിനാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസിൽ മാഗ്നറ്റിക് കോട്ടിംഗ് ഉള്ള അലൂമിനിയം സർക്കുലർ ഡിസ്ക്കാണ് ഉണ്ടാവുക. ഒന്നോ അതിലധികമോ അലൂമിനിയം ഡിസ്ക്കാണ് എന്തുണ്ടാവുക, ഹാർഡ് ഡിസ്കിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹൈ ക്വാളിറ്റി CAD സിസ്റ്റം യൂസസ് ദ ഫോളോയിങ് ഫോർ പ്രിൻറ്റിംഗ്, ഡ്രോയിങ് ആൻഡ് ഗ്രാഫ്സ്. ഓപ്ഷൻ എ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഓപ്ഷൻ ബി ഡിജിറ്റൽ പ്ലോട്ടർ, ഓപ്ഷൻ സി ലൈൻ പ്രിൻ്റർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഹൈ ക്വാളിറ്റി CAD സിസ്റ്റംസ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഡിസൈൻ ഡ്രോയിങ്ങുകൾ പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പ്ലോട്ടറാണ്. ആൻസർ ഓപ്ഷൻ ബി ഡിജിറ്റൽ പ്ലോട്ടർ. ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രിൻ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്കറിയാം. പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ടെക്സ്റ്റോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഫോമിലോ ഉള്ള ഡാറ്റാസ് പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ത്, പ്രിൻ്റർ. പ്രിൻ്ററിനെ നമുക്ക് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ പ്രിൻറ്റിങ് നടക്കുന്നത് ഒരു ഇങ്ക് റിബൺ ഉണ്ടാകും. ഈ ഇങ്ക് റിബണിൽ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഈ ഇങ്ക് റിബണ് പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ എന്ത് വരുന്നത്, ക്യാരക്ടേഴ്സും ലെറ്റേഴ്സും ഒക്കെ പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഇങ്ക് റിബൺ ഉണ്ടാവും. ആ ഇങ്ക് റിബണിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് മെക്കാനിസം വെച്ചിട്ട് ആ ഇങ്ക് റിബൺ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ പ്രിൻറ്റിങ് നടക്കുന്നത്. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ നടക്കുന്നത് പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യാതെയാണ് അവിടെ പ്രിൻറ്റിങ് നടക്കുന്നത്. ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ നമ്മൾ റിബണിൽ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് മെക്കാനിസം വെച്ചിട്ട് പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യിക്കുകയാണ്, ഇങ്ക് റിബണിനെ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യിക്കുകയാണ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യാതെയാണ് പ്രിൻറ്റിങ് നടക്കുന്നത്. ഇനി ഇമ്പാക്റ്റ് പ്രിൻ്ററിലെ ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ആണ് ഡൈസി വീൽ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ. അതുപോലെ നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററിൽ വരുന്നതാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ, പ്ലോട്ടർ. ഇനി ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഇത് ഒരു ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. ഇവിടെ പ്രിൻറ്റിങ് ചെയ്യുന്നത് ഒരു പ്രിൻ്റ് ഹെഡ് സ്ട്രൈക്കിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. ഈ പ്രിൻ്റ് ഹെഡ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് പേപ്പറിൽ കണ്ടിന്യൂസ് ഡോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത്. ഈ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ സ്പീഡ് നമ്മൾ പറയുന്നത് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡിലാണ്. നെക്സ്റ്റ് ലൈൻ പ്രിൻ്റർ. ലൈൻ പ്രിൻ്റർ ഒരു ഹൈ സ്പീഡ് ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. അത് ഒരു എൻറ്റയർ ലൈൻ അറ്റ് എ ടൈം പ്രിൻ്റ് ചെയ്യും. അറ്റ് എ ടൈം എൻറ്റയർ ലൈന് പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ലൈൻ പ്രിൻ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ലൈൻസ് പെർ മിനിറ്റിലാണ്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ സ്പീഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ക്യാരക്ടർ പെർ സെക്കൻഡ്സിലാണ്. ലൈൻ പ്രിൻ്ററിൻ്റെ സ്പീഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ലൈൻസ് പെർ മിനിറ്റിലാണ്. ഇനി പ്ലോട്ടർ.
പ്ലോട്ടർ ഒരു നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. ഹൈ ക്വാളിറ്റി ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാർജ് ടൈപ്പ് പ്രിൻ്ററാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇതിന് ഒരു മൂവിങ് ഇങ്ക് പെന്നാണ് ഉണ്ടാവുക. ഈ ഇങ്ക് പെന്ന് നമ്മുടെ പേപ്പറിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ സർഫസിൻ്റെ മേലിലൂടെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അവിടെ ഡാറ്റാസ് പ്ലോട്ട് ആകുന്നത് അല്ലെങ്കിൽ ഇമേജസ് പ്ലോട്ട് ആകുന്നത്. ഇനി ഡിജിറ്റൽ പ്ലോട്ടർ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡാറ്റാസ് പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ഇവിടെ കമ്പ്യൂട്ടേഴ്സിൽ നിന്നുള്ള ഡാറ്റാ സിഗ്നൽസിനനുസരിച്ചിട്ടാണ് പ്ലോട്ടറിൻ്റെ പെന്ന് മൂവ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ OCR, ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ സ്കാനർ, ഓപ്ഷൻ സി വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസ്, ഓപ്ഷൻ ഡി COM ഓർ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ടു മൈക്രോഫിലിം. തന്ന ഓപ്ഷനിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ OCRഉം ഒപ്റ്റിക്കൽ സ്കാനേഴ്സും വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസസും ഇൻപുട്ട് ഡിവൈസസുകളാണ്. കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ടു മൈക്രോഫിലിമാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് കമ്പ്യൂട്ടറിൽ സ്റ്റോർഡ് ഡാറ്റ ഡയറക്റ്റ്ലി മൈക്രോഫിലിംസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഡിവൈസാണ് കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ടു മൈക്രോഫിലിം. ആൻസർ ഓപ്ഷൻ ഡി. ഇനി ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസുകൾ എന്ന് പറയുന്നത്. അതായത് ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ആക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസുകൾ. ഇൻപുട്ട് യൂണിറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് CPU പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. കീബോർഡ്, മൗസ്, ലൈറ്റ് പെന്ന്, ജോയ്സ്റ്റിക്ക്, മാഗ്നറ്റിക് ബോൾ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ഫ്ലോപ്പി ഡിസ്ക്, ബാർകോഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, ടച്ച് സ്ക്രീന്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസുകൾ. നെക്സ്റ്റ് ഔട്ട്പുട്ട് യൂണിറ്റ്. CPUവിൽ നിന്ന് പ്രോസസ്ഡ് ആയിട്ടുള്ള ഡാറ്റ, അതായത് റിസൾട്ട് യൂസർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഇത് മെഷീൻ ലാംഗ്വേജിൽ നിന്ന് സിമ്പിൾ ലാംഗ്വേജ്, അതായത് യൂസർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, പ്ലോട്ടർ, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക്, സ്പീക്കർ, പെൻഡ്രൈവ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സോഫ്റ്റ്വെയർ ഇൻ എ കമ്പ്യൂട്ടർ. ഓപ്ഷൻ എ enhances the capability of the hardware. Option B increase the speed of central processing unit. Option C both of the above. Option D none of the above. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറിൻ്റെ യൂസ് എന്ന് പറയുന്നത് എൻഹാൻസസ് ദ കേപ്പബിലിറ്റി ഓഫ് ഹാർഡ്വെയർ. ഹാർഡ്വെയറിൻ്റെ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെ വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും ഒരു സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർസ് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, തേർഡ് വൺ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ കമ്പോണൻറ്റിൻ്റെ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അതായത് നമുക്കറിയാവുന്ന MS-DOS, വിൻഡോസ്, ലിനക്സ്, ഇതുപോലെയുള്ള OSകളെയാണ്, ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ഇനി
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക്, ഒരു സ്പെസിഫിക് യൂസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാമിനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അതായത് MS-DOS, MS Excel, AutoCAD, ഫോട്ടോഷോപ്പ്, ഇതുപോലെയുള്ള അക്രോബാറ്റിക് റീഡർ, ഇതുപോലെയുള്ള ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയാണ് എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും. അതായത് ആൻറ്റി വൈറസ് പോലെയുള്ള സോഫ്റ്റ്വെയർസ്, കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർസ് ആണ് എന്ത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡ്യൂസസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഗ്രാഫിക്സ് റീപ്രൊഡക്ഷൻ? ഓപ്ഷൻ എ ലേസർ പ്രിൻ്റർ, ഓപ്ഷൻ ബി ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, ഓപ്ഷൻ സി പ്ലോട്ടർ, ഓപ്ഷൻ ഡി ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. നമ്മൾ മുന്നേയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഹൈ ക്വാളിറ്റി ഇമേജസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പ്ലോട്ടറാണ്. ആൻസർ ഓപ്ഷൻ സി പ്ലോട്ടർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ലേസർ പ്രിൻ്റർ ഇതൊരു നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. ലേസർ പ്രിൻ്റർ ഒരു നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. ഇതിൽ ലേസർ ലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പേപ്പറിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത്. ലേസർ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് പേപ്പറിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പേജ് പ്രിൻറ്റേഴ്സ് എന്നുകൂടി പറയാറുണ്ട്. അതായത് ഇത് പ്രിൻറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ എൻ്റയർ പേജ് സ്റ്റോർ ചെയ്യും, അതിന് ശേഷമാണ് അത് പ്രിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പേജ് പ്രിൻറ്റേഴ്സ് എന്നുകൂടി പറയാറുണ്ട്. നെക്സ്റ്റ് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, ഇതും ഒരു നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. ഇവിടെയും പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്തിട്ടല്ല പ്രിൻ്റ് ചെയ്യുന്നത്, നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ് എന്ത്, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇവിടെ ക്യാരക്ടേഴ്സ് നമ്മൾ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുന്നത് ലിക്വിഡ് ഇങ്കിൻ്റെ ടൈനി ഡ്രോപ്ലെറ്റ് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ്. ലിക്വിഡ് ഇങ്ക് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ് ഇവിടെ പ്രിൻറ്റിങ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മെമ്മറി അഡ്രസ് ആർ റെപ്രസെൻറ്റഡ് ബൈ? ഓപ്ഷൻ എ ക്യാരക്ടർ കോഡ്, ഓപ്ഷൻ ബി ബൈനറി കോഡ്, ഓപ്ഷൻ സി ബൈനറി വേർഡ്, ഓപ്ഷൻ ഡി പാരിറ്റി ബിറ്റ്. കമ്പ്യൂട്ടറിൽ ഇൻസ്ട്രക്ഷൻസും മെമ്മറി അഡ്രസ്സും റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈനറി കോഡ്സ് ആയിട്ടാണ്. ആൻസർ ഓപ്ഷൻ ബി ബൈനറി കോഡ്സ്. ഇനി ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബൈനറി വാല്യൂ ആയിരിക്കും, അതായത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇനി 4 ബിറ്റ് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊരു നിബിൾ എന്ന് പറയുന്നത്. 4 ബിറ്റ് ചേർന്നാണ് ഒരു നിബിൾ. ഈ 8 ബിറ്റ് ചേർന്നാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് ചേർന്നാണ്. ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റുകൾ ചേർന്നാണ് ഒരു കിലോ ബൈറ്റ്. ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോ ബൈറ്റുകൾ ചേർന്നാണ്, അല്ലെങ്കിൽ 10,48,576 ബൈറ്റുകൾ ചേർന്നാണ് എന്ത്, ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. 1024 കിലോ ബൈറ്റുകൾ ചേർന്നാണ് ഒരു മെഗാബൈറ്റ് എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഒരു ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 മെഗാബൈറ്റുകൾ ചേർന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കൺസിഡേർഡ് എ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ ഒപ്റ്റിക്കൽ സ്കാനർ, ഓപ്ഷൻ ബി മൗസ് ആൻഡ് ഡിജിറ്റൈസർ, ഓപ്ഷൻ സി ലൈറ്റ് പെൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഈ തന്നിരിക്കുന്ന ഡിവൈസിൽ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസസ് ഡാറ്റ റീഡ് ചെയ്തിട്ട് ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ്, അല്ലെങ്കിൽ CPU-ന് ഡയറക്റ്റ്ലി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡാറ്റയാണ് ഈ ടൈപ്പ് ഇൻപുട്ട് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡാറ്റാസ് മെഷീൻ റീഡബിൾ ഫോമിലായിരിക്കും, മെഷീനിന് റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡയറക്റ്റ് എൻട്രി ഡിവൈസസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് പോയിൻറ്റിംഗ് ഡിവൈസസ്, സ്കാനിങ് ഡിവൈസസ്, വോയിസ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ എല്ലാ ഡിവൈസസും ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്.
ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ് ഈ ഒപ്റ്റിക്കൽ സ്കാനേഴ്സ്, മൗസ്, ലൈറ്റ് പെൻസ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് റീഡർ, മാഗ്നറ്റിക് റീഡർ, ATMൻ്റെ പിൻ പാഡ്സ് ഒക്കെ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺസ് യു ലോഡ് ദ സ്യൂട്ടബിൾ പ്രോഗ്രാം ആൻഡ് പ്രൊവൈഡ് റിക്വയർഡ് ഡാറ്റ, കമ്പ്യൂട്ടർ ഡസ് നോട്ട് നീഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ദിസ് ഫീച്ചർ ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ആക്യുറസി, ഓപ്ഷൻ ബി റിലയബിലിറ്റി, ഓപ്ഷൻ സി വേഴ്സറ്റിലിറ്റി, ഓപ്ഷൻ ഡി ഓട്ടോമാറ്റിക്. വൺസ് നമ്മൾ പ്രോഗ്രാം ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഓട്ടോമാറ്റിക്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻ എ 1 ബിറ്റ്, ഓപ്ഷൻ ബി 4 ബിറ്റ്സ്, ഓപ്ഷൻ സി 8 ബിറ്റ്സ്, ഓപ്ഷൻ ഡി 16 ബിറ്റ്സ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബിറ്റ്സ് ചേർന്നാണ്. ആൻസർ ഓപ്ഷൻ സി 8 ബിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി നീഡ് റീഫ്രഷിംഗ്? ഓപ്ഷൻ എ SRAM, ഓപ്ഷൻ ബി DRAM, ഓപ്ഷൻ സി ROM, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇലക്ട്രോണിക് മെമ്മറി ദാറ്റ് ഡസ് നോട്ട് റിക്വയർ റീഫ്രഷിംഗ് ഈസ് കോൾഡ് SRAM അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാൻഡം അസസ് മെമ്മറി. റീഫ്രഷിംഗ് റിക്വയർഡ് അല്ലാത്ത മെമ്മറീസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് റാൻഡം അസസ് മെമ്മറീസ് എന്ന് പറയുന്നത്. ഇനി റീഫ്രഷിംഗ് റിക്വയർഡ് ആയിട്ടുള്ള മെമ്മറീസാണ് ഡൈനാമിക് റാൻഡം അസസ് മെമ്മറി അല്ലെങ്കിൽ DRAM. ഈ ഡൈനാമിക് റാൻഡം അസസ് മെമ്മറിയാണ് കോമൺ ആയിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലും വർക്ക് സ്റ്റേഷനിലും സെർവേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി DRAM, ഡൈനാമിക് റാൻഡം അസസ് മെമ്മറിയാണ് റീഫ്രഷിംഗ് റിക്വയർഡ് ആയിട്ടുള്ള ടൈപ്പ് മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഐറ്റംസ് ബിലോ ആർ കൺസിഡേർഡ് റിമൂവബിൾ സ്റ്റോറേജ് മീഡിയ? ഓപ്ഷൻ റിമൂവബിൾ ഹാർഡ് ഡിസ്ക് കാർട്രിഡ്ജ്, ഓപ്ഷൻ ബി മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ ഡിസ്ക്, ഓപ്ഷൻ സി ഫ്ലെക്സിബിൾ ഡിസ്ക് കാർട്രിഡ്ജ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഈ തന്നിരിക്കുന്ന 3 മെമ്മറി ഡിവൈസുകളാണ്. ഈ 3 മെമ്മറി ഡിവൈസുകളും റിമൂവബിൾ സ്റ്റോറേജ് മീഡിയയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്യുവർലി ഔട്ട്പുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ സ്ക്രീൻ, ഓപ്ഷൻ ബി പ്രിൻ്റർ, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി പ്ലോട്ടർ. ഈ ഡിവൈസസിൽ പ്യുവർലി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാൻ പറ്റാത്ത ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ സ്ക്രീൻ. സ്ക്രീനിനെ നമുക്ക് എപ്പോഴും പ്യുവർലി ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സ്ക്രീന് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യാം അല്ലേ? ടച്ച് സ്ക്രീന് പോലെയുള്ള ഇൻപുട്ട് ഡിവൈസസും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് ഡാറ്റ? ഓപ്ഷൻ എ നമ്പേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്, ഓപ്ഷൻ ബി ഇമേജസ്, ഓപ്ഷൻ സി സൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഈ തന്നതിൽ എല്ലാം ഡാറ്റയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൽ തന്നിരിക്കുന്നതിൽ ഒന്നും തന്നെ ഡാറ്റ അല്ലാത്തതില്ല. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻറ്റേർണൽ മെമ്മറി? ഓപ്ഷൻ ഡിസ്ക്, പെൻഡ്രൈവ്സ്, റാം, CDs. ഇവിടെ നമുക്കറിയാം ഡിസ്കും പെൻഡ്രൈവും CDs ഒക്കെ എക്സ്റ്റേണൽ മെമ്മറിയാണ്. ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് വരുന്നത് റാം മാത്രമാണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്പറേഷൻ ഈസ് നോട്ട് പെർഫോംഡ് ബൈ കമ്പ്യൂട്ടർ? ഓപ്ഷൻസ് ഇൻപുട്ടിംഗ്, പ്രോസസ്സിംഗ്, കൺട്രോളിംഗ്, അണ്ടർസ്റ്റാൻഡിങ്. നമുക്കറിയാം ഇൻപുട്ടിങ്ങും പ്രോസസ്സിങ്ങും കൺട്രോളിങ്ങും ഒക്കെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ആണ്. പക്ഷേ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻസ് ഇല്ല. കമ്പ്യൂട്ടർ അതിന് കിട്ടുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഇല്ല. ആൻസർ ഓപ്ഷൻ ഡി അണ്ടർസ്റ്റാൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ഓർഗനൈസ്ഡ് ഫോർ എ കോമൺ പർപ്പസ് ഈസ് റെഫേർഡ് ടു ആസ്? ഓപ്ഷൻ എ ഫയൽ,
ഓപ്ഷൻ ബി ഡാറ്റാബേസ്, ഓപ്ഷൻ സി പ്രോഗ്രാം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഒരു കോമൺ പർപ്പസിന് അല്ലെങ്കിൽ കോമൺ ടാസ്കിനായിട്ട് ഓർഗനൈസ് ചെയ്ത കളക്ഷൻ ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി പ്രോഗ്രാം. ഇനി എന്താണ് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽ ഈസ് എ കോമൺ സ്റ്റോറേജ് യൂണിറ്റ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിലെ കോമൺ സ്റ്റോറേജ് യൂണിറ്റിനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. അതായത് എല്ലാ പ്രോഗ്രാംസും എല്ലാ ഡാറ്റാസും ഫയലിലായിരിക്കും റിട്ടേൺ ചെയ്തിട്ടുണ്ടാവുക. ആ ഫയലിൽ നിന്നാണ് ആ ഡാറ്റാസും പ്രോഗ്രാംസും ഒക്കെ നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സ്റ്റോറേജ് യൂണിറ്റ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഫയൽ. ഇനി ഫയലിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു ടേമാണ് ഫോൾഡർ. ഫോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്പേസ് യൂസ്ഡ് ടു സ്റ്റോർ ഫയൽസ്, അതർ ഫോൾഡേഴ്സ് ആൻഡ് ഷോർട്ട് കട്ട്സ്. അതായത് കുറേ ഫയൽസും അതർ ഫോൾഡേഴ്സും അല്ലെങ്കിൽ ഷോർട്ട് കട്ടൊക്കെ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേസിനെയാണ് നമ്മൾ ഫോൾഡർ എന്ന് പറയുന്നത്. ഇനി ഡാറ്റാബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റാബേസ് ഈസ് എനി ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ ഓർഗനൈസ്ഡ് ഫോർ ക്വിക്ക് സെർച്ച് ആൻഡ് റിട്രീവൽ ത്രൂ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഡാറ്റാസ് നമുക്ക് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഗ്രൂപ്പായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലോട്ടർ ആക്യുറസി ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് റിപ്പീറ്റബിലിറ്റി ആൻഡ് ഡാഷ്. ഓപ്ഷൻ എ ബഫർ സൈസ്, ഓപ്ഷൻ ബി റെസൊല്യൂഷൻ, ഓപ്ഷൻ സി വെർട്ടിക്കൽ ഡയമെൻഷൻസ്, ഓപ്ഷൻ ഡി ഇൻ്റലിജൻസ്. പ്ലോട്ടർ ആക്യുറസി നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ റിപ്പീറ്റബിലിറ്റിൻ്റെയും റെസൊല്യൂഷൻ്റെയും ടേംസിലാണ്. ആൻസർ ഓപ്ഷൻ ബി റെസൊല്യൂഷൻ. ഈ പ്രിൻറ്റേഴ്സിൻ്റെ റെസൊല്യൂഷൻസ് നമ്മൾ പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് അല്ലെങ്കിൽ DPIയിലാണ്. DPI കൂടുതലാണെങ്കിൽ പ്രിൻ്റർ ഹൈ റെസൊല്യൂഷൻ പ്രിൻ്റർ ആയിരിക്കും. DPI കുറവാണെങ്കിൽ പ്രിൻ്റർ ലോ റെസൊല്യൂഷൻ പ്രിൻ്റർ ആയിരിക്കും. DPI കൂടുന്നതനുസരിച്ചിട്ട് പ്രിൻ്ററിന് ബെറ്റർ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിൻ്ററിൻ്റെ ആക്യുറസി പറയുന്നത് റിപ്പീറ്റബിലിറ്റിൻ്റെയും റെസൊല്യൂഷൻ്റെയും ടേംസിലാണ്. റെസൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കീബോർഡ് ഈസ് എ ഡാഷ് ഇൻപുട്ട് ഡിവൈസ്. ഓപ്ഷൻ എ ഗ്രാഫിക്കൽ, ഓപ്ഷൻ ബി ടെക്സ്റ്റ്, ഓപ്ഷൻ സി ന്യൂമറിക്കൽ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം കീബോർഡ് ഗ്രാഫിക്കൽ ഡാറ്റയും ടെക്സ്റ്റ് ഡാറ്റയും ന്യൂമറിക്കൽ ഡാറ്റയും ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് ഡിവൈസാണ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലാംഗ്വേജ് ഈസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ പ്രോഗ്രാം. ഓപ്ഷൻ എ മെഷീൻ ലാംഗ്വേജ്, ഓപ്ഷൻ ബി അസംബ്ലി ലാംഗ്വേജ്, ഓപ്ഷൻ സി ഹൈ ലെവൽ ലാംഗ്വേജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. കമ്പ്യൂട്ടറിനെ ഡയറക്റ്റ്ലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. ഇനി കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ പറ്റി നോക്കുമ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന ഏതൊരു ഇൻഫർമേഷനും ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് 0-1 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഹ്യൂമൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, സെക്കൻഡ് വൺ ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിന് മാത്രം അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹാർഡ്വെയർസിന് മാത്രം അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അതായത് ഹ്യൂമൻ ലാംഗ്വേജിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി മനസ്സിലാക്കാൻ എളുപ്പമുള്ള ലാംഗ്വേജ് ആണ് എന്ത്? ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ നമുക്ക് മെഷീൻ ലാംഗ്വേജ് എന്നും അസംബ്ലി ലാംഗ്വേജ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ മെഷീൻ ലാംഗ്വേജ് മോസ്റ്റ് ബേസിക് ഫോം ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അതായത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ഇത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ ഹാർഡ്വെയർ ഓഫ് കമ്പ്യൂട്ടറാണ്. നമുക്ക് ഹ്യൂമൻസിന് മനസ്സിലാക്കാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ഈ മെഷീൻ ലാംഗ്വേജസിൽ കോഡ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് പൾസസിൻ്റെ ആബ്സെൻസും പ്രസൻസും ആയിട്ടാണ്. സീറോസും വൺസും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് പൾസസിൻ്റെ ആബ്സെൻസും പ്രസൻസും. ഇനി അസംബ്ലി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ലാംഗ്വേജ് ആണ്. അതായത് ഇവിടെ
യൂസ് ചെയ്യുന്നത് സിമ്പിൾസും ക്യാരക്ടേഴ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഹ്യൂമൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ലാംഗ്വേജാണ് എന്ത്? അസംബ്ലി ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഇതിനെ സിംബോളിക് ലാംഗ്വേജ് എന്നുകൂടി പറയാറുണ്ട്. അടുത്തത് ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് കമ്പാരിറ്റീവ്ലി ഹ്യൂമൻ ലാംഗ്വേജുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ടൈപ്പ് കമ്പ്യൂട്ടർ ലാംഗ്വേജാണ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ പ്രോഗ്രാം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് ഹ്യൂമൻ ലാംഗ്വേജസിന് വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ തന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അപ്പം ഈ ലാംഗ്വേജസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം, കാരണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർട്രാൻ സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. കൊബോള് ബിസിനസ് ആപ്ലിക്കേഷൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പ്രൊലോഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പാസ്കൽ ടീച്ചിങ് ടൂളാണ്. C++, ജാവ ഒക്കെ ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷീൻ വാസ് നോട്ട് ഇൻവെൻറ്റഡ് ബൈ ചാൾസ് ബാബേജ്? ഓപ്ഷൻ ടാബുലേറ്റിംഗ് മെഷീൻ, ഓപ്ഷൻ ബി അനലിറ്റിക്കൽ എഞ്ചിൻ, ഓപ്ഷൻ സി ഡിഫറൻസ് എഞ്ചിൻ, ഓപ്ഷൻ ഡി ബോത്ത് സി ആൻഡ് ഡി. ചാൾസ് ബാബേജ് കണ്ടുപിടിക്കാത്ത മെഷീൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ടാബുലേറ്റിംഗ് മെഷീനാണ്. ടാബുലേറ്റിംഗ് മെഷീൻ ഇൻവെൻറ്റ് ചെയ്തത് ഹെർമൻ ഹെല്ലോറിത്ത് എന്ന സയൻറ്റിസ്റ്റാണ്. ഈ ടാബുലേറ്റിംഗ് മെഷീൻ പഞ്ച് കാർഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ്. അനലിറ്റിക്കൽ എഞ്ചിൻ ചാൾസ് ബാബേജ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. അതുപോലെ ഡിഫറൻസ് എഞ്ചിൻ ചാൾസ് ബാബേജ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ്. പോളിനോമിയൽ ഫങ്ഷൻസ് ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ് ഡിഫറൻസ് എഞ്ചിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൈക്രോ കമ്പ്യൂട്ടർ? ഓപ്ഷൻ എ ലാപ്ടോപ്പ് PCs, ഓപ്ഷൻ ബി ടാബ്ലറ്റ് PCs, ഓപ്ഷൻ സി ഡെസ്ക്ടോപ്പ് PCs, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ CPU ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the smallest and largest font size available in font size tool on formatting toolbar is? Option 8 and 72, option B 8 and 68, option C 6 and 2, option D 6 and 68. ഫോണ്ട് സൈസ് ടൂളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 8 and 72 ആണ്. ഫോണ്ട് സൈസ് ടൂളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് സൈസ് 72ഉം സ്മോളസ്റ്റ് സൈസ് 8ഉം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്യാരക്ടർ ദാറ്റ് ഈസ് റേസ്ഡ് ആൻഡ് സ്മോളർ എബവ് ദ ബേസ് ലൈൻ ഈസ് നോൺ ആസ്? ഓപ്ഷൻസ് എ റേസ്ഡ്, ഓപ്ഷൻ ബി ഔട്ട്ലൈൻഡ്, ഓപ്ഷൻ സി ക്യാപ് സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ഡി സൂപ്പർ സ്ക്രിപ്റ്റ്. ബേസ് ലൈനിൽ കുറച്ച് ഉയർത്തി സ്മോൾ സൈസിൽ എഴുതുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ബേസ് ലൈനിൻ്റെ താഴെയായിട്ട് സ്മോൾ സൈസിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. MS വേർഡിൽ ഹോം ടാബിൽ ഈ സൂപ്പർ സ്ക്രിപ്റ്റ് ഓപ്ഷനും സബ്സ്ക്രിപ്റ്റ് ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ടിങ് ടെക്സ്റ്റ് മീൻസ് സെലക്ടിങ് ഡാഷ്. ഓപ്ഷൻ എ വേർഡ്, ഓപ്ഷൻ ബി എൻറ്റയർ സെൻറ്റൻസ്, ഓപ്ഷൻ സി ഹോൾ ഡോക്യുമെൻറ്റ്, ഓപ്ഷൻ ഡി എനി ഓഫ് ദ എബോവ്. സെലക്ടിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടിങ് എ വേർഡ് ആവാം, സെലക്ടിങ് എൻ എൻറ്റയർ സെൻറ്റൻസ് ആവാം, സെലക്ടിങ് എൻ ഹോൾ ഡോക്യുമെൻ്റ് ആവാം. ആൻസർ ഓപ്ഷൻ ഡി എനി ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ,
MS Word automatically moves the text to the next line when it reaches the right edge of the screen and is called dash. Option A, carriage return. Option B, enter. Option C, word wrap. Option D, none of the above. MS വേർഡിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് സ്ക്രീനിൻ്റെ എഡ്ജിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നതിന് നമ്മൾ പറയുന്നതാണ് വേർഡ് റാപ്പ്. ആൻസർ ഓപ്ഷൻ സി, വേർഡ് റാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ഫൈൻഡ് കമാൻഡ് ഇൻ വേർഡ് വി ക്യാൻ സെർച്ച് ഡാഷ്. ഓപ്ഷൻ എ ക്യാരക്ടേഴ്സ്, ഓപ്ഷൻ ബി ഫോർമാറ്റ്, ഓപ്ഷൻ സി സിംബൽസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. MS വേർഡിൽ ഫൈൻഡ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും സെർച്ച് ചെയ്യാൻ പറ്റും. ക്യാരക്ടേഴ്സും ഫോർമാറ്റും സിംബൽസും ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. MS വേർഡിൽ കൺട്രോൾ F ആണ് ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS വേർഡ് ഫോർ വാട്ട് ഡസ് റൂളർ ഹെൽപ്പ്? ഓപ്ഷൻ എ ടു സെറ്റ് ടാബ്സ്, ഓപ്ഷൻ ബി ടു സെറ്റ് ഇൻറ്റൻസ്, ഓപ്ഷൻ സി ടു ചേഞ്ച് പേജ് മാർജിൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. MS വേർഡ്സിൽ ടാബ്സ് സെറ്റ് ചെയ്യാനും ഇൻറ്റൻസ് സെറ്റ് ചെയ്യാനും പേജ് മാർജിൻസ് ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് റൂളേഴ്സ് യൂസ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ ഡി. MS വേർഡിൻ്റെ സ്ക്രീനിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് റൂളർ. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റൂളർ നമുക്ക് കാണാൻ പറ്റും, ഈ വെർട്ടിക്കൽ റൂളറും കാണാൻ പറ്റും. ഈ റൂളർ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ടാബ്സും ഇൻറ്റൻസും പേജ് മാർജിൻസും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, by default on which page the header and footer is printed? Option A, on the first page, option B, on the alternate page, option C, on every page, option D, none of the above. By default ആയിട്ട് ഹെഡറും ഫൂട്ടറും ഏതൊക്കെ പേജിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് ഹെഡറും ഫൂട്ടറൊക്കെ. പക്ഷേ എന്നാലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ബൈ ഡിഫോൾട്ടായിട്ട് എല്ലാ പേജിലും ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി, ഓൺ എവരി പേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടാബ് ക്യാൻ ബി യൂസ്ഡ് ടു ചേഞ്ച് ക്യാരക്ടർ സൈസ് ആൻഡ് ടൈപ്പ് ഫേസ്? ഓപ്ഷൻസ് വ്യൂ, ടൂൾസ്, ഹോം, ഡാറ്റ. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടാബിലാണ് ക്യാരക്ടറിൻ്റെ സൈസും ടൈപ്പും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി, ഹോം. MS വേർഡിൽ ഹോം ടാബിലാണ് ക്യാരക്ടറിൻ്റെ സൈസും ടൈപ്പും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കീ ഷുഡ് ബി പ്രസ്ഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പാരഗ്രാഫ് ഇൻ MS വേർഡ്? ഓപ്ഷൻ ഡൗൺ കഴ്സർ കീ, ഓപ്ഷൻ ബി എൻ്റർ കീ, ഓപ്ഷൻ സി ഷിഫ്റ്റ് എൻ്റർ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എൻ്റർ. ഒരു ന്യൂ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ MS വേർഡിൽ യൂസ് ചെയ്യേണ്ട കീ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി, എൻ്റർ കീ. നമുക്കറിയാം, നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടാണ് ഒരു പാരഗ്രാഫിൽ നിന്ന് നെക്സ്റ്റ് ഒരു ന്യൂ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ടൂൾ ബാർസ് അലൗസ് ചേഞ്ചിങ് ഫോൺസ് ആൻഡ് ദെയർ സൈസസ്? ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ബി ഫോർമാറ്റിംഗ്, ഓപ്ഷൻ സി പ്രിൻറ്റ് പ്രിവ്യൂ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഈ തന്നിരിക്കുന്ന ഏത് ടൂൾ ബാറിലാണ് ഫോണ്ട് ടൈപ്പും സൈസും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അലവബിൾ ആയിട്ടുള്ള എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി, ഫോർമാറ്റിംഗ്. ഇനി MS വേർഡ് 2003 അതിൻ്റെ ഏർലിയർ വേർഷൻസിലുമാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ ഫോണ്ട് സൈസും ടൈപ്പും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. 2007 ആൻഡ് ഹയർ വേർഷനിൽ ഹോം ടൂൾ ബാറിലാണ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനും ടൈപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്ഷനിൽ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഇല്ല, ഹോം എന്നാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹോം എന്ന് സെലക്ട് ചെയ്യാം. രണ്ടും കൂടെ എന്തായാലും ഒരു ഓപ്ഷനിൽ വരില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷനിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബാർ ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിലോ ദ ടൈറ്റിൽ ബാർ ദാറ്റ് പ്രൊവൈഡ്സ് categorized options? Option A, ribbon bar, option B, status bar, option C, tool bar, option D, scroll bar. ആൻസർ ഓപ്ഷൻ എ, റിബൺ ബാർ ആണ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക, ഈ കാണിച്ചിരിക്കുന്നതാണ് ടൈറ്റിൽ ബാർ. അതായത് ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ബാറാണെന്ത്, ടൈറ്റിൽ ബാർ. ഇനി
ടൈറ്റിൽ ബാറിൻ്റെ സൈഡിലായിട്ട് തന്നെ ക്വിക്ക് അസസ് ടൂൾ ബാർ കൊടുത്തിട്ടുണ്ട്. സേവ്, പ്രിൻ്റ്, റീഡു, അൺഡു ഇതുപോലെയുള്ള ക്വിക്ക് അസസ് ടൂൾസ് കൊടുത്തിട്ടുള്ള ടൂൾ ബാറാണ് ക്വിക്ക് അസസ് ടൂൾ ബാർ. ഇനി അതിൻ്റെ താഴെയായിട്ട് വരുന്ന ഒരുപാട് ഓർഗനൈസ്ഡ് ടാബ്സ് ചേർന്നാണ് റിബൺ എന്ന് പറയുന്നത്, റിബൺ ബാർ എന്ന് പറയുന്നത്. റിബൺ ബാറിൽ ഡിഫറെൻറ്റ് ടാബ്സിലായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ടൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ആ ഒരു റിബണിൻ്റെ താഴെയായിട്ടാണ് റൂളർ വരുന്നത്. റൂളർ ഹൊറിസോണ്ടൽ റൂളറുണ്ട്, വെർട്ടിക്കൽ റൂളറുണ്ട്. ഇനി റൂളറിൻ്റെ താഴെ ഈ കാണുന്ന സ്പേസിനെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ബോട്ടത്തിലായിട്ടുള്ള ബാറാണ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിലാണ് വേർഡ് കൗണ്ട്, പേജ് നമ്പേഴ്സ്, അതുപോലെ വ്യൂ ബട്ടൺസ്, സൂം കൺട്രോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റസ് ബാറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഇൻ ഫയൽ പുൾ ഡൗൺ മെനു ഈസ് യൂസ്ഡ് ടു ക്ലോസ് എ ഫയൽ ഇൻ MS Word? ഓപ്ഷൻ എ ന്യൂ, ഓപ്ഷൻ ബി ക്വിറ്റ്, ഓപ്ഷൻ സി ക്ലോസ്, ഓപ്ഷൻ ഡി എക്സിറ്റ്. ഫയൽ പുൾ ഡൗൺ മെനുവിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് ഒരു ഫയൽ ക്ലോസ് ചെയ്യാൻ MS Wordൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ക്ലോസ് ആണ്. നമ്മൾ MS Wordൽ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പുൾ ഡൗൺ മെനു അപ്പിയർ ആവും. ഈ പുൾ ഡൗൺ മെനുവിൽ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാഫിക്സ് ഫോർ വേർഡ് പ്രൊസസ്സർ ഈസ് ഡാഷ്. ഓപ്ഷൻ പെരിഫറൽ, ഓപ്ഷൻ ബി ക്ലിപ്പ് ആർട്ട്, ഓപ്ഷൻ സി ഹൈലൈറ്റ്, ഓപ്ഷൻ ഡി എക്സിക്യൂട്ട്. ഓപ്ഷൻ ബി ക്ലിപ്പ് ആർട്ടാണ്. ക്ലിപ്പ് ആർട്ടാണ് വേർഡ് പ്രൊസസ്സറിൽ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Ctrl+R ഇൻ MS Word? ഓപ്ഷൻ ഓപ്പൺ ദ പ്രിന്റ് ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ ബി അപ്ഡേറ്റ് ദ കറണ്ട് വെബ് പേജ്, ഓപ്ഷൻ സി ക്ലോസ് ദ കറണ്ട് വിൻഡോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. MS Wordൽ Ctrl+R എന്ന ഷോർട്ട് കട്ട് എന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. Ctrl+R എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത് ലൈൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+R എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഈ തന്നതിൽ ആൻസർ ഇല്ല. ഈ തന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് Ctrl+സിംഗിൾ കീ ഷോർട്ട് കട്ടുകളാണ്. ഇതൊന്ന് വായിച്ച് ഓർത്ത് വെക്കുക. ഇത് ഏതെങ്കിലുമൊക്കെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഷോർട്ട്കട്ട് കീ Ctrl+W ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ ഓപ്പൺ ദ പ്രിന്റ് ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ ബി അപ്ഡേറ്റ് ദ കറണ്ട് വെബ് പേജ്, ഓപ്ഷൻ സി ക്ലോസ് ദ കറണ്ട് വിൻഡോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നിലവിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യാനാണ് നമ്മൾ Ctrl+W എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ക്ലോസ് ദ കറണ്ട് വിൻഡോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്പെൽ ചെക്ക് ഇൻ MS Word? ഓപ്ഷൻ F1, F2, F7, F9. MS Wordൽ സ്പെൽ ചെക്കിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി F7. F7 കീ ആണ് നമ്മൾ സ്പെൽ ചെക്കിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ട് MS Wordൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ഫങ്ഷണൽ കീ MS Wordൽ ഏതൊക്കെ ഷോർട്ട് കട്ടിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS Word ടു മൂവ് ദ ഇൻസേർഷൻ പോയിന്റ് ടു ദ ബിഗിനിങ് ഓർ ദ നെക്സ്റ്റ് വേർഡ് ദ കമാൻഡ് യൂസ് ഈസ്. ഓപ്ഷൻ എ Ctrl+റൈറ്റ് ആരോ, ഓപ്ഷൻ ബി Ctrl+ലെഫ്റ്റ് ആരോ, ഓപ്ഷൻ സി Ctrl+ഡൗൺ ആരോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. അതായത് MS Wordൽ ഏത് ഷോർട്ട് കട്ട് കീ ആണ് കേസർ നെക്സ്റ്റ് വേർഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസേർഷൻ പോയിന്റ് നെക്സ്റ്റ് വേർഡിലേക്ക് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് Ctrl+റൈറ്റ് ആരോ ആണ്. ആൻസർ ഓപ്ഷൻ എ Ctrl+റൈറ്റ് ആരോ. Ctrl+റൈറ്റ് ആരോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേസർ ഒരു വേർഡിൽ നിന്ന് നെക്സ്റ്റ് വേർഡിലേക്ക് മൂവ് ചെയ്യുന്നത്.
ഇനി കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ യൂസ് ചെയ്യുന്നത് ഒരു വേർഡിൽ നിന്ന് പ്രീവിയസ് വേർഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ യൂസ് ചെയ്യുന്നത്. ഒരു പാരഗ്രാഫിൻ്റെ എൻഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ യൂസ് ചെയ്യുന്നത്. ഒരു പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് അപ്പ് ആരോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ഫോർ ഡ്രോപ്പ് ക്യാപ്പ്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 20. MS വേർഡിൽ ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചറിൽ ഡീഫോൾട്ടായിട്ട് എത്ര ലൈന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ 3 ലൈൻസ് ആണ്. ഇനി എന്താണ് ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ? അതായത് ഒരു പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിൽ ക്യാപിറ്റൽ ലെറ്റർ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഡെക്കറേറ്റീവ് ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ 2-3 ലൈനിൻ്റെ സ്പേസ് ഒക്യുപ്പൈ ചെയ്തിട്ട് ലാർജ് സ്പേസിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രോപ്പ്ഡ് ക്യാപിറ്റൽ. ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ MS വേർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ 2-3 ലൈനിൻ്റെ സൈസിലാണ് നമ്മൾ എഴുതാറ്. പക്ഷേ ഡീഫോൾട്ടായിട്ട് 3 ലൈനാണ് കൊടുക്കാറ്. MS വേർഡിൽ ഇൻസേർട്ട് ടാബിലാണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഇൻസേർട്ട് ടാബിൽ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പുൾ ഡൗൺ മെനു വരും. അതിൽ ഡ്രോപ്പ്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാരഗ്രാഫിൻ്റെ ബിഗിനിങ് ഡ്രോപ്പ്ഡ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഡീഫോൾട്ടായിട്ട് 3 എന്നാണ് കാണിക്കുക. ലൈൻസ് ടു ഡ്രോപ്പ് ഡീഫോൾട്ടായിട്ട് 3 എന്നാണ് കാണിക്കുക. നമുക്ക് മാക്സിമം 10 ലൈൻസ് വരെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. മാക്സിമം 10 ലൈൻസ്, ഡീഫോൾട്ടായിട്ട് 3 ലൈൻസ്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് യു ക്യാൻ സെറ്റ് ഫോർ എ ഡ്രോപ്പ് ക്യാപ്പ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി അൺഡിഫൈൻഡ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നത് 10 ആണ്. ആൻസർ ഓപ്ഷൻ എ 10. ഡ്രോപ്പ് ക്യാപ്പിൽ നമുക്ക് മാക്സിമം 10 ലൈന് വരെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടെംപ്ലേറ്റ് സ്റ്റോർസ്. ഓപ്ഷൻ എ ഗ്രാഫിക്സ്, ടെക്സ്റ്റ്, സ്റ്റൈൽസ്, മാക്രോസ്. ഓപ്ഷൻ ബി കസ്റ്റമൈസ്ഡ് വേർഡ് കമാൻഡ് സെറ്റിംഗ്. ഓപ്ഷൻ സി ഓട്ടോ ടെക്സ്റ്റ് എൻട്രീസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഒരു ടെംപ്ലേറ്റ്സിൽ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. എല്ലാ ഓപ്ഷനും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ വെർട്ടിക്കൽ സെപ്പറേഷൻ ബിറ്റ്വീൻ കോളംസ്? ഓപ്ഷൻ എ ഓറിയൻറ്റേഷൻ, ഓപ്ഷൻ ബി ഗട്ടർ, ഓപ്ഷൻ സി മാർജിൻ, ഓപ്ഷൻ ഡി ഇൻഡെക്സ്. 2 കോളംസ് തമ്മിലുള്ള വെർട്ടിക്കൽ സെപ്പറേഷനെ നമ്മൾ പറയുന്നത് മാർജിൻസ് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി മാർജിൻസ്. ഇനി ഓറിയൻറ്റേഷനിൽ വരുന്നത് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പോർട്രേറ്റ് വ്യൂ ആണ് എന്നുള്ളതാണ് ഓറിയൻറ്റേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഗട്ടർ മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ ബൈൻഡിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ സ്പേസിനെയാണ് നമ്മൾ ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. ഇൻസൈഡ് മാർജിൻസ് കൂടാതെ ബൈൻഡിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ മാർജിൻസ് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഗട്ടർ മാർജിൻസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഈ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നതാണ് ഗട്ടർ മാർജിൻ. സാധാരണ ബൈൻഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഗട്ടർ മാർജിൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ടെക്സ്റ്റ് ബൈൻഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്ട്രാ മാർജിനാണെന്ത്? ഗട്ടർ മാർജിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി? ഓപ്ഷൻസ് റോം, PROM, RAM, EPROM. നമുക്കറിയാം റാം ആണ് വോളറ്റൈൽ മെമ്മറി. റാൻഡം അക്സസ് മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി. അല്ലെങ്കിൽ അത് നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഇറേസ് ആയി പോകുന്ന മെമ്മറിയാണ് എന്ത്? റാം. റോം മെമ്മറീസ് എപ്പോഴും നോൺ വോളറ്റൈൽ മെമ്മറീസ് ആണ്. അത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഇറേസ് ആവാത്ത ടൈപ്പ് മെമ്മറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്സിംഗ് F8 കീ ഫോർ 3 times സെലക്ട്സ് ഓപ്ഷൻ എ പാരഗ്രാഫ്, ഓപ്ഷൻ ബി എ സെൻറ്റൻസ്, ഓപ്ഷൻ സി എ വേർഡ്, ഓപ്ഷൻ ഡി എൻറ്റയർ ഡോക്യുമെൻറ്റ്. അതായത് F8 കീ 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സെലക്ട് ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി സെൻറ്റൻസ് ആണ്. F8 കീ 3 തവണ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെൻറ്റൻസ് സെലക്ട് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെസാറസ് ടൂൾ ഇൻ MS വേർഡ് ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്.
ഓപ്ഷൻ എ സ്പെല്ലിംഗ് സജഷൻ, ഓപ്ഷൻ ബി സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് ഓഫ് വേർഡ്സ്, ഓപ്ഷൻ സി ഗ്രാമർ ഓപ്ഷൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. എം എസ് വേർഡിൽ തെസാറസ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വേർഡിൻ്റെ സിനോണിംസും ആൻറ്റോണിംസും കാണിക്കാൻ വേണ്ടിയാണ്. ആൻസർ ഓപ്ഷൻ ബി. അതായത് ഒരു വേർഡിൻ്റെ സിമിലർ ആയിട്ടുള്ള മറ്റ് വേർഡ്സുകൾ കാണിക്കാനും അതുപോലെ തന്നെ ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ്സുകൾ കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ തെസാറസ് ടൂൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് വേർഷൻ ഓഫ് എം എസ് ഓഫീസ്? ഓപ്ഷൻ എ ഓഫീസ് 2003, ഓപ്ഷൻ ബി ഓഫീസ് വിസ്ത, ഓപ്ഷൻ സി ഓഫീസ് 2016, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി ഓഫീസ് വിസ്ത. ഓഫീസ് വിസ്ത എന്നുള്ള ഒരു എം എസ് ഓഫീസ് വേർഷൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡ്രോപ്പ് ക്യാപ്സ് ആർ യൂസ്ഡ് ഇൻ ഡോക്യുമെൻറ്റ്? ഓപ്ഷൻ എ ടു ഡ്രോപ്പ് ഓൾ ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഓപ്ഷൻ ബി ടു ഓട്ടോമാറ്റിക്കലി ബിഗിൻ ഈച്ച് പാരഗ്രാഫ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, ഓപ്ഷൻ സി ടു ബിഗിൻ എ പാരഗ്രാഫ് വിത്ത് എ ലാർജ് ഡ്രോപ്പ്ഡ് ഇനീഷ്യൽ ക്യാപിറ്റൽ ലെറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ നമ്മൾ ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ യൂസ് ചെയ്യുന്നത് ടു ബിഗിൻ എ പാരഗ്രാഫ് വിത്ത് എ ലാർജ് ഡ്രോപ്പ്ഡ് ഇനീഷ്യൽ ക്യാപിറ്റൽ ലെറ്റർ. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫീച്ചേഴ്സ് ഹെൽപ്പ് us to insert the content of the clipboard as text without any formatting in MS Word? Option A paste special, option B page setup, option C styles, option D format painter. Answer option A paste special. Paste special features help us to insert the content of clipboard as text without any formatting. ക്ലിപ്ബോർഡ് കണ്ടൻസ് ടെക്സ്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചറാണ് പേസ്റ്റ് സ്പെഷ്യൽ. പേസ്റ്റ് സ്പെഷ്യൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹോം പേജിൽ പേസ്റ്റ്, അതിൽ നിന്ന് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+Alt+V എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ സെലക്ട് ആവും. Ctrl+Alt+V എന്നുള്ളത് പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ്റെ ഷോർട്ട് കട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many ways you can save a document? Option A 3, option B 4, option C 2, option D 1. Answer ഓപ്ഷൻ A 3. നമുക്ക് ഒരു ഡോക്യുമെൻ്റ് 3 തരത്തിൽ സേവ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ, നമ്മൾ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പുൾ ഡൗൺ മെനുവിൽ നിന്ന് സേവ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് സേവ് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ, Ctrl+ എന്നുള്ള ഷോർട്ട് കട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെൻ്റ് സേവ് ചെയ്യാൻ പറ്റും. Ctrl+S. തേർഡ് ഓപ്ഷൻ, F12 പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ സേവ് ചെയ്യാൻ പറ്റും. F12. ഈ 3 തരത്തിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ക്ഗ്രൗണ്ട് കളർ ഓർ എഫക്റ്റ് അപ്ലൈഡ് ഓൺ എ ഡോക്യുമെൻ്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ ഡാഷ്. ഓപ്ഷൻ എ റീഡിംഗ് വ്യൂ, ഓപ്ഷൻ ബി പ്രിൻ്റ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ സി വെബ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ ഡി പ്രിൻ്റ് പ്രിവ്യൂ. ആൻസർ ഓപ്ഷൻ ഡി പ്രിൻ്റ് വ്യൂവിലാണ്. നമ്മൾ വ്യൂ ടാബ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ റീഡിംഗ് വ്യൂവും പ്രിൻ്റ് ലേഔട്ട് വ്യൂവും വെബ് ലേഔട്ട് വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പ്രിൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് വ്യൂവും കാണാൻ പറ്റും. ഇതിൽ പ്രിൻ്റ് വ്യൂവിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും എഫക്റ്റും ഒന്നും വിസിബിൾ ആവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പോർഷൻ ഓഫ് എ ഡോക്യുമെൻറ്റ് ഇൻ വിച്ച് യു സെറ്റ് സർട്ടൺ പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ പേജ് സെറ്റപ്പ്, ഓപ്ഷൻ ബി സെക്ഷൻസ്, ഓപ്ഷൻ സി പേജ്, ഓപ്ഷൻ ഡി ഡോക്യുമെൻറ്റ്. വേർഡിൽ നമുക്ക് പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റ് പോർഷനെ പറയുന്നത് സെക്ഷൻ എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി. ഈ ലേഔട്ട് ടാബിൽ ബ്രേക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുൾ ഡൗൺ മെനു വരും. അതിൽ സെക്ഷൻ ബ്രേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡിഫറെൻറ്റ് പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോർഡേഴ്സ് ക്യാൻ ബി അപ്ലൈഡ് ടു ഡാഷ്. ഓപ്ഷൻ എ സെൽ, ഓപ്ഷൻ ബി ടെക്സ്റ്റ്, ഓപ്ഷൻ സി പാരഗ്രാഫ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ
എബോ. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. ബോർഡേഴ്സ് ഈ 3 ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പേജ് മാർജിൻ? ഓപ്ഷൻ എ റൈറ്റ്, ഓപ്ഷൻ ബി സെൻറ്റർ, ഓപ്ഷൻ സി ലെഫ്റ്റ്, ഓപ്ഷൻ ഡി ടോപ്പ്. നമുക്ക് പേജ് മാർജിൻസിന് 4 ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതിൽ സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി സെൻറ്റർ. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക.